എല്ലാവർക്കും നമസ്കാരം. ഗുഡ് സമാരിറ്റൻ ഇൻ മൈ ലൈഫ് എപ്പിസോഡ് 9ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പ്രതിപാദിക്കുന്നത് ഇവിടെ ഓസ്ട്രേലിയയിൽ വെച്ച് നടന്നൊരു സംഭവമാണ്. അപ്പം എൻ്റെ സ്കൂളിൽ അതായത് എൻ്റെ കുട്ടികളെ സ്കൂളിൽ വിടുന്ന സ്കൂളിൽ കുട്ടികളെ വിടുന്നൊരു സ്ത്രീയാണ്. അപ്പോൾ അവരെ ഇടയ്ക്ക് ഞങ്ങൾ കാണാറുണ്ട്, സംസാരിക്കാറൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ വീഡിയോസൊക്കെ ചിലപ്പോൾ ഇങ്ങനെ അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ അങ്ങനെ അവർ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഒന്ന് കാണണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ട, വളരെ പേഴ്സണലാണ്. അപ്പം പുറത്തേ സംസാരിക്കാൻ പറ്റുള്ളൂ, വീട്ടിൽ പുറത്തെവിടെയെങ്കിലും വെച്ച് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു കോഫി ഷോപ്പ് വെച്ച് മീറ്റ് ചെയ്യുന്നു. അപ്പം അവർ എന്നെ കണ്ട വഴിക്ക് അവരുടെ വിഷമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ ഭയങ്കരമായിട്ട് കരയുവാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ കരഞ്ഞ് തീർക്ക്, വിഷമങ്ങളൊക്കെ നിങ്ങൾ കരഞ്ഞ് തന്നെ തീർക്കണം, കരഞ്ഞ് തീർക്ക്. അപ്പം കുറേ നേരം കരഞ്ഞു. അങ്ങനെ അവർ ആ കോഫി ഷോപ്പിൽ കയറി ഞാൻ പോയി കോഫി ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്ന് ടേബിളിൽ വന്നിരുന്നു. ടേബിളിൽ അങ്ങനെ വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇവർ ഭയങ്കര കരച്ചിൽ. അപ്പം എനിക്ക് ഒന്നും പറയാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. അപ്പോൾ ടിഷ്യൂ ഒക്കെ എടുത്ത് കൊടുത്തു. അത് കഴിഞ്ഞപ്പം അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഈ കോഫി ഓർഡർ ചെയ്ത കോഫി ഷോപ്പിലെ ആ സ്ത്രീയെ, ഒരു ഓസ്ട്രേലിയക്കാരിയാണ്, അവർ ഇറങ്ങി വന്നിട്ട് അവർ പറഞ്ഞു, നിൻ്റെ വിഷമം എന്താണെന്ന് എനിക്കറിയില്ല, നീ എന്താ കരയണമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഓടി വന്ന് ഇവരെ അങ്ങ് കെട്ടിപ്പിടിച്ചിട്ട് ഇവർ പറഞ്ഞു, എന്താണെങ്കിലും നിനക്ക് നിൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടട്ടെ എന്ന് പറഞ്ഞ് അവരൊരു ഹഗ് കൊടുത്തവർക്ക്. അതൊരു ഭയങ്കര ഒരു ഇതായിരുന്നു. കാരണം അത്രയൊരു അങ്ങനെ ഒരു അപ്പോൾ വേറെ ആളുകളൊക്കെ ഇരുന്ന് അവിടെ കോഫി കഴിക്കുന്നുണ്ട്, ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനൊരു ആക്ട്, അതായത് ഒരു കോഫി ഷോപ്പിൽ ആ സ്ത്രീ വന്നിട്ട് അവർക്കൊരാശ്വാസമാകട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന് കെട്ടിപ്പിടിച്ച് അവർക്കും വന്നേരം അവരും പെട്ടെന്ന് കരച്ചിലൊക്കെ നിർത്തി. അവർക്കും ഒരു ഭയങ്കര ഒരു ആശ്വാസമായിരുന്നത്. അങ്ങനെ അവർ ആ ഒരു കെട്ടിപ്പിടുത്തം, അതായത് എൻ്റെ ഒരു ഹഗ് കൊണ്ട് നിങ്ങൾക്കൊരു ആശ്വാസമാകട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ സ്ത്രീ വന്നിട്ട് കെട്ടിപ്പിടിച്ചു. അപ്പോൾ അവർക്കും ഭയങ്കര ഒരു പെട്ടെന്നൊരിതായി, ഞാനും പെട്ടെന്ന് ഇതായിപ്പോയി. അങ്ങനെ നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ഒരു കുറേ നേരം ഞങ്ങൾ ഇവർ കരച്ചിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സംസാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും അവർ ഞങ്ങളുടെ ഇടയ്ക്ക് വന്ന് സംസാരിച്ചു. അപ്പം പറഞ്ഞ്, നിങ്ങൾ നന്നായി ഇങ്ങനെ ഷെയറൊക്കെ ചെയ്യുന്ന, ഞങ്ങളൊക്കെ കാര്യങ്ങളിങ്ങനെ പേഴ്സണലായിട്ട് എന്താ കാര്യങ്ങളെന്ന് പറഞ്ഞില്ല, പക്ഷേ ഇങ്ങനെ ഫ്രണ്ട്സ് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി വന്നതാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവരിങ്ങനെ പറഞ്ഞു, ആരോടെങ്കിലുമൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സിൻ്റെ വിഷമമൊക്കെ മാറുള്ളൂ. ഇപ്പോൾ ഹാപ്പി ആയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുറച്ച് നേരം ഞങ്ങളോട് സംസാരിച്ചു. വളരെ സന്തോഷത്തിന് ഞങ്ങൾക്ക് അവിടെ നിന്ന് തിരിച്ചു പോന്നു. അപ്പം പലർക്കും പലതരത്തിലുള്ള അനുഭവങ്ങളുണ്ടാകും. പക്ഷേ ഓരോ സ്ഥലത്തും ഓരോ തരത്തിലും പലതരത്തിലും ആളുകൾ പലതരത്തിലുള്ള ആളുകളാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഇങ്ങനെ എന്താ പറയണ, ഒരു സമൂഹത്തിൽ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിലെ ആൾക്കാർ മൊത്തം അതുപോലെയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പലതരത്തിലുള്ള സ്വഭാവക്കാരും പലതരത്തിലുള്ള പല രീതിയിൽ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒത്തിരി നല്ല മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അങ്ങനൊരു അത് നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു സന്തോഷത്തിൻ്റെ ഒരു തരിക്കിരണമെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് തരാൻ കടന്നു വരുന്ന ഓരോ വ്യക്തികളെയും നമുക്ക് സന്തോഷത്തോടും സ്നേഹത്തോടും ഓർക്കുകയും അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ ആ ഒരു വലിയൊരു ഇമ്പ്രഷൻ ഉണ്ടായതുകൊണ്ട് ഞങ്ങളെപ്പോഴും ഒരു കോഫിയൊക്കെ കുടിക്കണം തോന്നുന്ന സമയത്ത് ഇന്നും ഞങ്ങൾ അവരുടെ കോഫി ഷോപ്പിൽ ഇന്നും ഞങ്ങൾ പോകാറുണ്ട്. കാരണം ആ ഒരു കണക്ഷൻ ഞങ്ങൾക്കിപ്പോൾ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പല വ്യക്തികളുമായിട്ട് നമ്മുടെ ആ ഒരു സ്നേഹബന്ധം നമുക്ക് തുടർന്നുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും എല്ലാവിധ ഈശ്വരാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.